കേൾക്കാൻ തയ്യാറാവുക. പറയാൻ ഒരു നാവും കേൾക്കാൻ രണ്ട് ചെവിയുമുണ്ട്. പറയുന്നതിൻ്റെ ഇരട്ടി കേൾക്കണം. അതിൻ്റെ റേഷ്യോ മനസ്സിലാക്കണം. കേൾക്കണം, കുട്ടികളെ കേൾക്കണം, മറ്റുള്ളവരെ കേൾക്കണം. നമ്മുടെ നേതാക്കൾക്കുള്ള ഒരു പ്രശ്നം അത്. രാഷ്ട്രീയ നേതാക്കളുടെ ഏറ്റവും വലിയ പ്രശ്നം, അവർ പ്രസംഗിക്കും, അടുത്ത ആൾ പ്രസംഗിക്കുമ്പോൾ കേട്ടിരിക്കൂല, അപ്പ പോവും. വേറെ ആൾ പ്രസംഗം എനിക്ക് കേൾക്കണ്ട, അണികളുടെ ചർച്ചകൾ വേണ്ട. കേൾക്കാൻ താല്പര്യമില്ലാത്ത രാഷ്ട്രീയ നേതാക്കൾ ജനാധിപത്യ വിരുദ്ധന്മാരായി മാറും. കേൾക്കണം. പറയാൻ ധൈര്യമുണ്ടാകുന്ന ഒരു ജനതയും ഉണ്ടാവണം. പറയാൻ ധൈര്യമുണ്ടാവണം. ഇപ്പോൾ വോട്ട് ചെയ്യാൻ മാത്രമേ ധൈര്യം ഉണ്ടാവൂ, പറയൂല. ഒറ്റാൾ നമ്മൾ നോക്കി തെരഞ്ഞെടുപ്പിൽ എല്ലാവരും വീട് കയറാൻ പോകും. വോട്ട് ചെയ്യാത്തവന് നിങ്ങൾക്ക് എന്നു പറയും, ധൈര്യത്തിൽ പറയൂല. ജാഥക്ക് പോവും, BJ പാർട്ടിക്ക് തുള്ളാൻ പോവും, പക്ഷെ വോട്ടപ്പുറത്ത് ചെയ്യും. മനസ്സിലായോ? വോട്ടപ്പുറത്ത് ചെയ്യും. കാരണം നേരിട്ട് പറഞ്ഞാൽ ഞാൻ ചെയ്തില്ല എന്ന് അറിഞ്ഞു പോവല്ലോ. സ്വന്തം നിലപാട് പുറത്തു പറയാൻ ധൈര്യമില്ലാത്ത ഒരു ജനതയാണ് രാഷ്ട്രീയത്തിൻ്റെയും ജനാധിപത്യത്തിൻ്റെയും ശാപം. തുറന്നു പറയില്ല. വോട്ട് ചെയ്യുമ്പോൾ പിന്നെ ആരും കാണൂലല്ലോ, അതിൽ തിരിച്ചടിക്കും. അതാണ്. അപ്പൊ കേൾക്കാൻ തയ്യാറാവണം. ഓപ്പൺ ദി ഹെഡ്, ഫോർവേഡ് ലീൻ, അടുത്ത ടച്ച്, തൊടണം. 5 ഇന്ദ്രിയങ്ങളിൽ ഒരു ഇന്ദ്രിയത്തെ നമ്മൾ ഈ പൗഡർ ഇട്ട് പൂശാനും കുട്ടിയിടാനും മാത്രം ഉപയോഗിക്കുക. ഇത് ത്വക്കിനെ. കണ്ണും മൂക്കും നാക്കും കാതും പോലെ തന്നെ മനസ്സിന്റെ മതിൽ ത്വക്കല്ലേ. ഞാൻ കഴിഞ്ഞ മാസം കോഴിക്കോട് ജില്ലയിലെ മുക്കത്തൊരു സ്ഥലത്ത് പ്രസംഗിക്കാൻ പോയി. പ്രസംഗ വിഷയം പ്രണയമാണ്. പ്രസംഗിക്കാൻ പോയ സ്ഥലം മൊയ്തീൻ സ്മാരക സേവാ കേന്ദ്രത്തിലാണ്. അവിടെ കാഞ്ചനമാല ചേച്ചി ഉണ്ടായിരുന്നു. അവരെനിക്ക് മൊയ്തീൻ്റെ സ്മരണികയായിരിക്കുന്ന ഒരു പുസ്തകം എനിക്ക് തന്നു. ആ പുസ്തകത്തിൻ്റെ ഫ്രണ്ട് പേജിൽ അവർ മൊയ്തീനും കാഞ്ചന ചേച്ചിയും തമ്മിൽ അവർ കത്തുകൾ അയച്ച് ആർക്കും മനസ്സിലാവാത്ത കോഡ് ഭാഷയിൽ എന്തോ എഴുതി തന്നു. നമുക്ക് മനസ്സിലാവില്ലല്ലോ. ഞാൻ ചോദിച്ചു, കാഞ്ചന ചേച്ചി ഇതെന്താ എഴുതിയെന്നൊന്നും മലയാളത്തിൽ കൂടി എഴുതാം. അവരടിയിൽ ബ്രാക്കറ്റിൽ എഴുതി, പ്രിയപ്പെട്ട സുരേഷ് ബാബുവിനും ഭാര്യ പ്രീതയ്ക്കും, ഞാൻ ഭാര്യനെയും കൂട്ടിയിട്ട് അവിടെ പോയ പ്രണയമല്ലേ വിഷയം, പ്രീതയ്ക്കും മരണം വരെ പ്രേമിച്ചു ജീവിക്കാൻ കഴിയുമാറാവട്ടെ എന്നാണ് എഴുതിയിരുന്നത്. അത് എഴുതി കണ്ടപ്പോൾ ഇല്ലേ, എൻ്റെ രോമങ്ങളെല്ലാം ഇങ്ങനെ, ഞാനിങ്ങ് പോകാന്ന് പറഞ്ഞ് എഴുന്നേറ്റു. അതിൻ്റെ പേരാണ് രോമാഞ്ചം. ഇനി രോമം ഇല്ലാത്ത ആൾക്ക് തോലാഞ്ചം ഉണ്ടാവും. മനസ്സിലായോ? എന്തൊരനുഭൂതിയാണ്. ആ മനസ്സിന്റെ സുഖം അനുഭവിക്കുന്ന എവിടെയാ? അവിടെയാണ് സ്നേഹഗ്രന്ഥി. അവിടെയാണ് ടച്ച് വേണം, തൊടണം, കൈ പിടിക്കണം, ചേർത്ത് പിടിക്കണം, കെട്ടിപ്പിടിക്കണം, മുത്തം കൊടുക്കണം. ആലിംഗനം എന്ന് പറഞ്ഞാൽ സെക്സിന് വേണ്ടി മാത്രമാണെന്ന് തെറ്റിദ്ധരിച്ചിരിക്കുന്ന വിഡ്ഢികളാ നമ്മുടെ നാട്ടിൽ ഭൂരിപക്ഷവും. ആലിംഗനം എന്ന് പറയുന്നത് മനുഷ്യന്റെ ആത്മാക്കൾ ഇണചേരുക, സ്നേഹങ്ങളുടെ ഐക്യപ്പെടലാണ് ആലിംഗനം. ആലിംഗനത്തിനൊരു ദിവസം തന്നെയുണ്ട് ലോകത്ത്. വേൾഡ് ഹഗ് ഡേ ഉണ്ട്. അതുകൊണ്ട് തൊടണം, കെട്ടിപ്പിടിക്കണം, മുത്തം കൊടുക്കണം, മക്കളെ ചേർത്ത് പിടിക്കണം. അച്ഛനും അമ്മയും അടുത്തിരുന്ന് കൈകൾ കോർത്തിരിക്കുന്നത് മക്കൾ കാണണം. അച്ഛനും അമ്മയും പ്രേമിക്കണ്ടേ? അച്ഛനും അമ്മയും പ്രേമിക്കുന്നത് മക്കൾ കാണണം. കല്യാണം കഴിയുന്നതോടുകൂടി പ്രേമം നിൽക്കുക. പ്രണയം മരണം വരെ പുഷ്പിക്കേണ്ടതാണ്. പ്രേമിക്കാൻ ഒരു മരുന്ന് തരട്ടെ? ഡോക്ടർമാരുടെ ഉണ്ട്, അവരത് മരുന്നല്ല. ഞാനൊരു മരുന്ന് തരട്ടെ? കല്യാണം കഴിഞ്ഞിട്ട് പ്രേമിക്കാൻ 2 മരുന്ന് തരട്ടെ? ഒരു മരുന്ന് NN കക്കാടിൻ്റെ സബലമീ യാത്ര പാടുക. ആശുപത്രി കിടക്കയിൽ ഈ പഴങ്കൂടൊരു ചുമക്കടിയിടറി വീഴാമെന്ന് പറയുമ്പോഴും, ക്യാൻസർ വന്നിട്ട് ഇപ്പൊ മരിക്കുമെന്ന് പറയുമ്പോഴും നീ അണിയത്ത് ചേർന്ന് നിൽക്കൂ സഖി. വരും കൊല്ലം ആരെന്നും എന്തെന്നും ആർക്കറിയാം. ആർദ്രമീ ധനുമാസരാവുകളിലൊന്നിൽ ആതിര വരും പോകുമല്ലേ സഖി. ഞാനീ ജനലഴി പിടിച്ചൊട്ടു നിൽക്കട്ടെ, ഈ പഴംകൂടൊരു ചുമക്കടിയിടറി വീഴാം, ചേർത്ത് പിടിക്കും. ഭാര്യയെ പ്രേമിക്ക്. പിന്നെ രണ്ടാമത്തത്, ഒരു വെറ്റില 100 തേച്ചു നീ തന്നാലും ഈ തിരുവാതിരരാവ് അമ്പൂലപ്രിയയല്ലോ എന്ന നമ്മുടെ വൈലോപ്പള്ളിയുടെ ഊഞ്ഞാൽ എന്ന കവിത വായിക്കും. പ്രേമിക്ക്. നമ്മുടെ കല്യാണം വരെ രാവിലെ ഉച്ചക്ക് രാത്രി ഐ ലവ് യു അയക്കും. കല്യാണം കഴിഞ്ഞിട്ട് ഒരു തവണ ഐ ലവ് യു പറയലുണ്ട? ഭാര്യ ഭർത്താവിനോടോ ഭർത്താവ് ഭാര്യയോടോ ഐ ലവ് യു, ഐ ലൈക്ക് യു എന്ന് പറയലുണ്ടോ? എന്താ പറയാൻ പാടില്ലേ? എന്താ പറയാത്തതെന്ന് ചോദിച്ചപ്പോൾ തൃശ്ശൂർ കുന്നംകുളത്തുനിന്ന് ഒരു മറുപടി കിട്ടി എനിക്ക്. ഒരു LIC-കാർക്ക് ക്ലാസ് എടുക്കുമ്പോൾ ഒരാൾ എഴുന്നേറ്റ് പറയാ, വിവാഹം കഴിഞ്ഞാൽ എന്താ സാറേ ഐ ലവ് യു പറയാത്തതെന്ന് അറിയാവോ? എന്താ, ഇലക്ഷൻ കഴിഞ്ഞാൽ പിന്നെ പ്രചരണം വേണ്ടല്ലോ എന്നാ.
ഇലക്ഷൻ കഴിഞ്ഞാൽ അപ്പൊ ഇലക്ഷന്റെ തട്ടിപ്പാണ് ഈ ഐ ലവ് യു. പ്രേമിക്കുക, ടച്ച്, ഹൃദയങ്ങൾ തൊടൂ, ശരീരങ്ങൾ തൊടൂ. പ്രായമുള്ള മനുഷ്യർക്ക് ഭക്ഷണവും പത്രവും മരുന്നല്ല പ്രധാനം, അവർക്ക് ടച്ച് വേണം. അവരുടെ കാലൊന്ന് തടയി കൊടുക്കണം, പുറത്തൊന്ന് ചൊറിഞ്ഞു കൊടുക്കണം. പുറം കണ്ടുപിടിച്ച് തന്നെ ചൊറിയാനാ. കൈകൊണ്ട് കാലോണ്ട് തലയോണ്ടല്ല എന്തെല്ലാം ഉപകാരമുണ്ട്. നമ്മളെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ പ്ലിംബ് ഏരിയ പോകുന്നത്, എത്ര സ്പേസാ പുറത്തിന് പോകുന്നത്? ഒരു ഉപകാരവും ഇല്ലല്ലോ അതിനെ കൊണ്ട്. അത് ചൊറിയാൻ വേണ്ടി ഉണ്ടാക്കിയതാ. അവിടെ ഒന്ന് തൊടണം, ചൊറിഞ്ഞു കൊടുക്കണം, മുടിയിഴകളിൽ വിരലോടിക്കണം. അതാണ് പ്രായമുള്ളവർക്ക് വേണ്ടത്. ടച്ച്. അടുത്തത് ഈ ഐ കോണ്ടാക്ട്, കണ്ണിൽ നോക്കി വർത്തമാനം പറയാം. കണ്ണാണ് നമ്മുടെ പേഴ്സണാലിറ്റി. ഞാനിപ്പോൾ പ്രസംഗിക്കുമ്പോൾ നിങ്ങൾ എൻ്റെ പാൻറ്റിലോ ബാച്ചിലോ അല്ലല്ലോ നോക്കുന്ന, കണ്ണിലല്ലേ. നമ്മുടെ കണ്ണ് ജനിക്കുമ്പോൾ ഉള്ള ആ കണ്ണിൽ ഒരു മാറ്റം ഉണ്ടാവില്ല മരിക്കുന്നവരെ. അപ്പോൾ അതേ കണ്ണ് വലുതാവുകയില്ല, ചെറുതാവുകയില്ല. ആ കണ്ണിലാണ് സ്വപ്നങ്ങളും പ്രതീക്ഷകളും കാണണം. കണ്ണിൽ നോക്കണം. വിദേശത്ത് പോയിട്ടുണ്ടോ? വിമാനത്താവളത്തിൽ നിന്ന് പാസ്പോർട്ടിനേക്കാൾ വില നമ്മുടെ കണ്ണിന്റെ ഫോട്ടോവാ. ആ കണ്ണിന്റെ സൗന്ദര്യം വെച്ചിട്ടാണ് പണ്ട് കേരളത്തിലെ സ്ത്രീകൾക്ക് അത്രയാ പേര്, അക്ഷി എന്ന് അവസാനിക്കുന്ന പേരില്ലേ, അംബുജാക്ഷി, പങ്കജാക്ഷി, കമലാക്ഷി, മീനാക്ഷി, വിശാലാക്ഷി. എൻ്റെ നാട്ടിലെ സൂപ്പർ പേര് വിശാലാക്ഷിയാ. 12 വിശാലാക്ഷി എൻ്റെ വീട്ടിൻ്റെ പരിസരത്ത്. ഇപ്പോൾ കഴിഞ്ഞ ഇലക്ഷൻ നോക്കുമ്പോൾ 2 ആളെ ബാക്കിയുള്ളൂ, ബാക്കിയെല്ലാം വെച്ചു. പുതിയാക്കും പേരിടുന്നില്ല. പണ്ടത്തെ സൗന്ദര്യ സങ്കല്പമാണ് വലിയ കണ്ണുള്ളവൾ സുന്ദരി, വലിയ കണ്ണുള്ളവൾ സുന്ദരി, അതാ വിശാലാക്ഷി. നേരെ തിരിച്ച് ചെറിയ കണ്ണുള്ളവനാ സുന്ദരൻ. ആണുങ്ങൾക്ക് ചെറിയ കണ്ണ, അതുകൊണ്ടാ വിശാലാക്ഷി എന്ന് പെണ്ണുങ്ങളെ വിളിക്കുമ്പോൾ ആണുങ്ങളെ കുഞ്ഞിക്കണ്ണെന്ന് വിളിച്ചത്. മനസ്സിലായല്ലേ? കുഞ്ഞിക്കണ്ണൻ. കണ്ണത്ര തമാശ കളിയല്ല. കണ്ണിന്റെ വലുപ്പം വെച്ചിട്ട് 4 കൊല്ലമായി കേരളത്തിലെ ഏറ്റവും വലിയ സംഭവം രാഷ്ട്രീയമല്ല, ഒരു വാർത്ത. കേരളത്തിലെ ഏറ്റവും വലിയ വാർത്ത എന്തായിരുന്നു? 4 വർഷമായിട്ട് കണ്ണുമായി ബന്ധപ്പെട്ടതാ. ഒരു നടീൻ്റെ കണ്ണിന് ലേശം വലുപ്പം കുറഞ്ഞുകൊണ്ടാ ഓളെ ഭർത്താവ് അതിലും വലിയ കണ്ണുള്ള വേറൊരു നടീൻ്റെ അടുത്ത് പോയതല്ലേ പ്രശ്നം മുഴുവൻ ഉണ്ടാക്കിയത്, അല്ലേ? പ്രശ്നം മുഴുവൻ അതല്ലേ. അതുകൊണ്ട് കണ്ണ് തമാശ കളിയല്ല. കണ്ണിൽ നോക്കൂ. മക്കളുടെ കണ്ണിൽ നോക്കാൻ അച്ഛനമ്മമാർക്ക് കഴിയാത്തതിൻ്റെ പേരിൽ ഇന്ത്യയിൽ ഒരു മഹായുദ്ധം ഉണ്ടായിട്ടുണ്ട്. അറിയാവോ യുദ്ധം? മഹാഭാരത യുദ്ധം. എന്താ കാരണം? കൗരവന്മാരാണ് ഇതിന് കാരണക്കാരെന്ന് പറയുന്നത്. കൗരവന്മാർ അത്ര മോശക്കാരൊന്നും ആയിരുന്നില്ല, നല്ല മക്കളായിരുന്നു, നല്ല ഉഷാറായിരുന്നു. ഈ ദുര്യോധനൻ എന്നായിരുന്നില്ല ഇവന്റെ പേര് കേട്ടോ, സുയോധനൻ എന്നായിരുന്നു. സു എന്ന് പറഞ്ഞാൽ നല്ലതെന്നാ. അതെന്റെ പേര് സുരേഷ് ബാബു ആയതുകൊണ്ട് പറഞ്ഞാന്ന് വിചാരിക്കണ്ട. സു എന്ന് പറഞ്ഞാൽ നല്ലതാ. ആ സുയോധനൻ ദുഷിച്ച് ദുര്യോധനും ദുഷിച്ച് ദുശാസനും ദുഷിച്ച് ദുഷ്യനും ആയതിന്റെ കാരണം ഈ അച്ഛനമ്മമാരാ. ഈ അച്ഛനും അമ്മയും ഈ മക്കളുടെ കണ്ണിൽ നോക്കിയില്ല. അതാണ്. ധൃതരാഷ്ട്ര ജന്മന അന്ധനായി പോയി, പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ ഗാന്ധാരിക്ക് കണ്ടുണ്ടായിരുന്നില്ലേ? തൻ്റെ ഭർത്താവ് അന്ധനാന്നുള്ള വിവരം വിവാഹപ്പന്തലിൽ മാത്രം അറിഞ്ഞ ഗാന്ധാരി അതിൻ്റെ പ്രതിഷേധം രേഖപ്പെടുത്തിയത് മന്ത്രകോടി എടുത്ത് കണ്ണ് കെട്ടിയിട്ട് ശപഥം ചെയ്തു, എൻ്റെ ഭർത്താവ് കാണാത്ത ലോകം ഇനി ഞാനും കാണൂല. 100 ആണിനെ പെറ്റു, ഒരു പെണ്ണിനെയും പെറ്റു. ഒന്നിനെപ്പോലും അച്ഛനും കണ്ടില്ല, അമ്മയും കണ്ടില്ല. 100 യുദ്ധക്കളത്തിൽ പടഞ്ഞു മരിച്ചില്ലേ? ഈ അച്ഛനമ്മമാർ മരിച്ചപ്പോൾ കർമ്മം ചെയ്യാൻ ഒരാണ്ടരി ബാക്കിയായോ? ഇല്ല. അവസാനം പുത്രവിയോഗ ദുഃഖത്താൽ കാട്ടിലേക്ക് ഓടിപ്പോയി കാട്ടുതീയിൽപ്പെട്ട് പച്ചക്ക് വെന്തു മരിച്ചു. എന്തേ? മക്കളുടെ കണ്ണിൽ നോക്കിയില്ല. നിങ്ങൾക്ക് കണ്ണുണ്ടായിട്ട് മക്കളുടെ കണ്ണിൽ നോക്കുന്നില്ല, പിന്നെ എന്തിനാ കണ്ണ്? ഭർത്താവിന് കണ്ണില്ലെങ്കിൽ ഭാര്യ ഭർത്താവിന്റെ കണ്ണാവണ്ടേ? പഴയ ബാവുക്ക ചിട്ടപ്പെടുത്തി ഏൻ രാജ പാടിയൊരു പാട്ടില്ലേ, കണ്ണ് കാണാത്ത ഭർത്താവും കണ്ണ് കാണുന്ന ഭാര്യയും കൂടി പാടുന്നൊരു യുഗ്മഗാനം ഓർമ്മയുണ്ടോ? കൺമണി നീയൻ കരം പിടിച്ചാൽ കണ്ണുകളെന്തിനു വേറെ, എനിക്ക് കണ്ണുകളെന്തിനു വേറെ. അപ്പൊ ഭാര്യ എന്താ പാടിയത്? കാണാനുള്ളത് കരളിൽ പകരാൻ ഞാനുണ്ടല്ലോ ചാരെ, കണ്ണായി ഞാനുണ്ടല്ലോ ചാരേ. കണ്ണിൽ നോക്കണം. അടുത്ത 6ാമത്തത് എൻ നോഡിങ്, പരസ്പരം അംഗീകരിക്കണം, തല കുലുക്കണം. മറ്റുള്ളവർ പറയുന്നത് ഒരേ തമാശ ഒരാൾ പറഞ്ഞാൽ കേട്ട് ചിരിക്കാൻ ആളുണ്ടെങ്കിൽ ഇയാൾക്ക് അടുത്ത തമാശ കിളന്ന് വരൂ. തമാശയുടെ ട്രിഗർ ഉണ്ടല്ലോ, ലൈറ്റ് മെഷീൻ ഗണ്ണിന്റെ ട്രിഗറിൽ ഒരു ഉണ്ട അങ്ങ് പോയാൽ അടുത്ത ഉണ്ടാടെ കയറി നിൽക്കൂ. ആ കയറി നിൽക്കണമെങ്കിൽ കാണുന്ന കേൾക്കുന്നവരുടെ പ്രതികരണം നല്ലതല്ലെങ്കിൽ,
ഒരു തമാശ പറഞ്ഞാൽ ചിരിക്കണോ എന്ന് ആരെങ്കിലും ചോദിച്ചാൽ പിന്നെ ഇവൻ്റെ ഉള്ളിൽ തമാശ ഉയർന്നു വരില്ല. തലകുലിക്ക് നന്നായി രസമുണ്ട്, പരസ്പരം അംഗീകരിക്കും. മക്കൾ പറഞ്ഞ് അംഗീകരിക്കുക. അച്ഛൻ പറയുന്നത് പല വീട്ടിലും പുരുഷന്മാരുടെ മേധാവിത്വം കൊണ്ടാണ് കുട്ടികൾക്ക് സ്വഭാവ വൈകൃതം ഉണ്ടാകുന്നത്. ആണുങ്ങളാരാ? ഞാനാണ് ശമ്പളം വാങ്ങുന്നവൻ, ഞാനാ വീടെടുത്തവൻ, ഞാനാണ് അരി വാങ്ങുന്നവൻ, അതുകൊണ്ട് ഞാനാരാ? ബാഹുബലി സിനിമയിലെ പൽവാൾ ദേവൻ, ഭാര്യയും മക്കളും കട്ടപ്പ അടിമ. ചായ ചോറ്, അരവിന്ദന്റെ അതിഥികൾ എന്ന് പറഞ്ഞ സിനിമയിൽ അതിമനോഹരമായിട്ട് അത് ചിത്രീകരിക്കുന്നുണ്ട്. വിജയരാഘവൻ അട്ടഹസിക്കുന്ന ചായ. അപ്പൊ അങ്ങനെ ഒരു പെണ്ണ്, പ്രായമുള്ള പെണ്ണുങ്ങൾ പറയുന്നുണ്ട് 1, വീണ്ടും ചായ എന്ന് പറയുമ്പോൾ 2 എണ്ണുന്നുണ്ട്. നല്ല മനോഹരമായിട്ട് അതിനെ പരിഹസിക്കുന്നു. എന്തിന്? നമ്മൾക്ക് പല ഈഗോ ഉണ്ടാവും. പക്ഷെ വീട്ടിൽ കയറുമ്പോൾ ചെരുപ്പ് അയച്ച് പുറത്തിടും പോലെ നമ്മുടെ ഈഗോ അയച്ച് പുറത്തിടുക. വീട്ടിലെത്തിയാൽ പണ്ട് ജയശ്രീ എന്ന് പറയുന്ന ഒരു ഗായിക പാടി അതിമനോഹരമായൊരു പാട്ടുണ്ട്. ജയശ്രീ മരിച്ചുപോയി. സ്വപ്നങ്ങൾ അലങ്കരിക്കും നമ്മുടെ വീടു കണ്ട് സ്വർഗം നാണിക്കുന്നു എന്നും, സ്വർഗം നാണിക്കുന്നു എന്ന്. വീടൊരു സ്വർഗമാക്കാൻ പരസ്പരം അംഗീകരിക്കുക. ഡെമോക്രസി വീട്ടിലുണ്ടാവണം. ഡെമോക്രസി കുട്ടികൾ പഠിക്കേണ്ടത് വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും പരസ്പരം പെരുമാറുന്ന കണ്ടിട്ടാ. അല്ലാതെ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവോ ആവരുത് അച്ഛനും അമ്മയും. പരസ്പര ബഹുമാനം ഉണ്ടാവണം, പരസ്പര സ്നേഹം വേണം. അത്തരത്തിൽ നോഡിങ്, സ്മൈൽ, ഓപ്പൺ ഹെഡ്, ഫോർവേഡ് ലീൻ, ടച്ച്, ഐ കോണ്ടാക്ട്, നോഡിങ്, സോഫ്റ്റൻ യുവർ കമ്മ്യൂണിക്കേഷൻ. ആ കമ്മ്യൂണിക്കേഷനിലൂടെ ഹൃദയം ആർദ്രമാവണം. ഈ ആർദ്രതയില്ലാത്തതാണ് നമ്മുടെ നാടിൻ്റെ ക്ഷാമം. ബുദ്ധിക്ക് ക്ഷാമമില്ല, ബുദ്ധിക്ക് ക്ഷാമമില്ല, പൈസക്ക് ക്ഷാമമില്ല, താമസിക്കാൻ വീടിന് ക്ഷാമമില്ല, വസ്ത്രത്തിന് ക്ഷാമമില്ല. എന്തിനാ പിന്നെ ക്ഷാമമുള്ളത്? ക്ഷാമമുള്ളത് ആർദ്രതയ്ക്കാണ്. അന്നത്തിന് പഞ്ഞമില്ല, സ്വർണത്തിന് പഞ്ഞമില്ല, മന്നിതിൽ കരുണയ്ക്കാണ് പഞ്ഞം എന്നൊരു പാട്ടില്ലേ? ആ ആർദ്രത സൃഷ്ടിക്കാൻ തമാശകൾ കേൾക്കണം, തമാശകൾ പറയണം, ചിരിക്കണം, ചിരിപ്പിക്കണം. ചിരിക്കണം, ചിരിപ്പിക്കണം. വിവാഹ വീടുകളിൽ തിന്നുക, അപ്പ പോവുക. നോ, അവിടെ പോയി ഇരിക്കണ്ടേ? നമ്മുടെ മനസ്സിനും തിന്നുന്ന ഭക്ഷണമല്ല. നമുക്കൊരു കല്യാണ വീട്ടിൽ പോയി മിഷ്ടാനം തിന്നു, ഒരാൾ നമ്മളോട് മൈൻഡ് ചെയ്തില്ല, യോഗ്യം പറഞ്ഞില്ല. വയറ് നിറയെ തിന്നിട്ട് തിരിച്ചു വരുമ്പോൾ ഉണ്ടല്ലോ, വേവാത്ത ചേനക്കഷ്ണം തിന്നുപോയ പോലെ ഒരു ചൊറിച്ചിലുണ്ടാവും. മാന്താൻ പറ്റിയില്ല. വേവാത്ത ചേനക്കഷ്ണം തിന്നാൽ ചൊറിയുകയും ചെയ്യും, പക്ഷെ മാന്താൻ പറ്റില്ല. എന്നാൽ മറ്റൊരു വിവാഹ വീട്ടിൽ സാമ്പത്തികമൊന്നുമില്ല, വളരെ പാവങ്ങളാ. ഭക്ഷണം എല്ലാം പരിമിതമാണ്. പക്ഷെ ചെന്ന് കയറി ഉടനെ നമ്മളെ സ്വീകരിച്ച് കൊണ്ടുപോയി ഇരുത്തി, കുടുംബക്കാരെ പരിചയപ്പെടുത്തി ഒരു സെൽഫിയെല്ലാം എടുത്ത് ഭക്ഷണം വിളമ്പുമ്പോൾ ഒന്ന് അവിടെ പോയി ഇരിക്കണേന്ന് പറഞ്ഞു തിന്നുകൊണ്ടിരിക്കുമ്പോൾ എന്തൊക്കെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ച് അവസാനം തിരിച്ചു വരുമ്പോൾ നിങ്ങളെ തിരക്കിനിടയിൽ ഇത്രത്തോളം വന്നത് വളരെ സന്തോഷം കേട്ടോ എന്ന് പറഞ്ഞിട്ട് തിരിച്ചു വരുമ്പോൾ നമുക്ക് വയറ് നിറഞ്ഞില്ലെങ്കിലും മനസ്സ് നിറഞ്ഞിരിക്കും. മനുഷ്യാണാം മനുഷ്യത്വം. ആ മനസ്സുണ്ടാവണം, ആ മനസ്സ് നിറയണം. എന്നാൽ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, മരണാനന്തര ബഹുനാമധാരിയെ കൊണ്ട് വയറ് നിറക്കുക മാത്രമാണ് ലക്ഷ്യമെന്ന് വിചാരിക്കുക. ലഹരി, ജീവിതത്തിൻ്റെ ലഹരി ഭക്ഷണമാകുന്നു. ഭക്ഷണം പദാർത്ഥമാകുന്നു. പദാർത്ഥത്തെ സന്തോഷിപ്പിക്കാൻ പദാർത്ഥം വേണം. മാഘൻ എഴുതിയ ഒരു ശ്ലോകമുണ്ട്, ന ഭുജ്യതേ വ്യാകരണം ക്ഷുത്താതുരേ പിപാസിതോ കാവ്യരസോ ന പീയതേ. വിശക്കുന്നവന് വ്യാകരണം കൊണ്ട് വിശപ്പ് മാറുന്നില്ല, ദാഹിക്കുന്നവന് കാവ്യരസം കൊണ്ട് ദാഹം മാറുന്നില്ല. കാരണം ശരീരം ഒരു പദാർത്ഥമാണ്. പദാർത്ഥത്തെ സന്തോഷിപ്പിക്കാൻ പദാർത്ഥം തന്നെ വേണം. പദാർത്ഥത്തിന് 3 അവസ്ഥകളുണ്ട്: കരം, ദ്രാവകം, ബാധകം. അതുകൊണ്ടാണ് ഈ തിന്നൽ മാത്രം താല്പര്യമുള്ള കുട്ടികൾ എളുപ്പത്തിൽ ക്രിയ ചെയ്യുക. പണ്ട് സ്കൂള് ഒരു കണക്കുണ്ടായിരുന്നു, എളുപ്പവഴിയിൽ ക്രിയ ചെയ്യുക. എളുപ്പവഴിയിൽ ക്രിയ ചെയ്യുക എന്നുള്ള കണക്കിൻ്റെ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ അടുത്തിരിക്കുന്ന പയ്യൻ കോപ്പി അടിച്ചിട്ട് ടീച്ചർ പിടിച്ച്. അപ്പം ടീച്ചറോടാവും പറയുക, ഇതാ ഏറ്റവും എളുപ്പവഴി, കോപ്പി അടിക്കുന്നത്. അതുപോലെ ശരീരമാകുന്ന പദാർത്ഥത്തെ സന്തോഷിപ്പിക്കാൻ എളുപ്പവഴിയിലുള്ള പദാർത്ഥങ്ങൾ അന്വേഷിക്കുന്നു. കരം, ദ്രാവകം, ബാധകം. കരം MDMA പൊടി, ദ്രാവകം മദ്യം, ബാധകം കഞ്ചാവിൻ്റെ പുക. ഇതിന് 3 തേടി പോകുന്നത് ജീവിതത്തിൻ്റെ ലഹരി എന്നൊന്ന് ബോധ്യപ്പെടാത്ത തലമുറയാണ്. രസം, ഒരു കവിത ബിരിയാണി തിന്നുന്നു, പക്ഷേ കാസർകോട്ടെ ഏച്ചിക്കാനത്തെ സന്തോഷം ഉണ്ടാക്കിയ ബിരിയാണി കണ്ടവർ എത്രയുണ്ട് ഇവിടെ? കഴിഞ്ഞ 15 കൊല്ലമായിട്ട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ആസ്വദിച്ച ബിരിയാണിയാണ് സന്തോഷ് ഏച്ചിക്കാനത്തിൻ്റെ ബിരിയാണി.
ആ ബിരിയാണി കണ്ടവരൊന്ന് കൈ ഉയർത്തിയ? ഒന്ന്. സന്തോഷ് ഏച്ചിക്കാനത്തിൻ്റെ ബിരിയാണി എന്ന് പറയുന്ന കഥ എത്ര മനോഹരമായത് മക്കളെ കേൾപ്പിക്കണ്ടേ, കഥ വായിക്കണ്ടേ, കവിത ചൊല്ലണ്ടേ, പാട്ടുപാടണ്ടേ? വിവാഹത്തിനും വിവാഹ വാർഷികത്തിനും പിറന്നാളിനും നെയ്പായസം വെക്കാറില്ലേ? തൃശ്ശൂർ ജില്ലയിലെ കുന്നംകുളത്തുനിന്ന് ഗുരുവായൂരേക്ക് പോകുമ്പം വലത്തോട്ട് തെറ്റിയാൽ പുന്നയൂർ കുളത്ത് വലിയൊരു നിർമാതള മരമുണ്ട്. ആ നിർമാതള മരത്തിന്റെ ചുവട്ടിൽ ഉണ്ടാക്കിയ നെയ്പായസം കണ്ടവരുണ്ടോ? ഉണ്ടോ? അതുകൊണ്ട് ആ നെയ്പായസം മക്കളെ കുടിപ്പിക്കണം. മാധവിക്കുട്ടിയുടെ നെയ്പായസം. ആ നെയ്പായസം കുടിച്ച ഒരു കുട്ടിയും അമ്മയെ കൊണ്ടുപോയി വൃന്ദമന്ദിരത്തിലാക്കില്ല. കാരണം അമ്മ എന്നതിൻ്റെ മൂല്യം ആ കുട്ടി അത് വായിച്ചവരറിയാതെ ഉള്ളിൽ അങ്ങ് പതിയും. അത്തരത്തിൽ ആർദ്രതയുടെ പകർച്ച നടക്കണം. നമുക്ക് തമാശ മാത്രം പകർന്നാൽ പോരാ, ആർദ്രത പകരണം, സർഗാത്മകത പകരണം. ഇതൊക്കെ ചേർന്നതാ മനുഷ്യൻ. സർഗാത്മക ജീവിയാണ് മനുഷ്യൻ. ബുദ്ധിജീവി മാത്രമല്ല മനുഷ്യൻ, സർഗാത്മക ജീവിയാണ്. ബുദ്ധി മാത്രം വളർന്നാൽ പോരാ. പഹൽഗാമിൽ വെടിവെച്ച് കൊന്ന ഭീകരന്മാരുണ്ടല്ലോ, അവരെല്ലാം നല്ല ബുദ്ധിമാന്മാരാ. MPhil പാസ്സായ, MCOM പാസ്സായ, കേരളത്തിൽ വന്ന് BPharm കോഴ്സ് ഫസ്റ്റ് ക്ലാസ് പാസ്സായ ഒരുത്തനുണ്ട്. അവർക്ക് ബുദ്ധി ഉണ്ടായിരുന്നു, പക്ഷെ കൊല്ലരുത് എന്ന മനസ്സുണ്ടായിരുന്നില്ല. പക്ഷേ ഭർത്താവ് വെടിയേറ്റ് മരിച്ച് കിടക്കുമ്പോൾ അവിടെ മുട്ടും കുത്തി കരയുന്ന ഒരു പെണ്ണിന്റെ ഫോട്ടോ നമ്മൾ TV-യിലും പത്രത്തിലൊക്കെ കണ്ടില്ലേ? ആ പെണ്ണ് ഭർത്താവിന്റെ ബോഡിയും കൊണ്ട് നാട്ടിലെത്തിയതിന് ശേഷം പത്രക്കാരോട് പറഞ്ഞു കേട്ടോ, ഒരു ഫോണിന് റേഞ്ച് ഇല്ലാത്ത സ്ഥലം, ഒരു വാഹനം പോകാത്ത സ്ഥലമാണ്, കുതിരപ്പുറത്തെ പോകാൻ പറ്റൂ. വെടിപൊട്ടി ഭർത്താവ് മരിച്ചു കിടക്കുന്നു, 25 ശവങ്ങൾ, സെക്യൂരിറ്റിക്കാരും പിന്നെ ടൂറിസ്റ്റ് ഗൈഡും കച്ചവടക്കാരും എല്ലാം പോയി കളഞ്ഞു. ഞങ്ങൾ ഈ ശവത്തിന്റെ ബന്ധുക്കൾ മാത്രം വാവിട്ട് നിലവിളിക്കുമ്പോൾ ആരുമില്ല ഞങ്ങൾക്കെന്ന് തോന്നിയപ്പോൾ ഒരു ചെറുപ്പക്കാരൻ, ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ വന്നിട്ടാണ് ഞങ്ങളെ അവിടുന്ന് രക്ഷപ്പെടുത്താൻ സഹായിച്ചത്. ആ ചെറുപ്പക്കാരനെ ദൈവദൂതനെ പോലെയാണ് ഞങ്ങൾ കണ്ടത്. ആ ചെറുപ്പക്കാരനെ പറ്റിയിട്ട് ഞാൻ അന്വേഷിച്ചു, പത്രത്തിൽ വന്നിരുന്നു. 8ാം ക്ലാസ് വിദ്യാഭ്യാസമേ ഉള്ളൂ, കുതിരക്ക് തീറ്റ കൊടുക്കുന്നവനെ, അവന് ബുദ്ധി കുറവാ, പക്ഷേ മനസ്സിന് ആർദ്രതയുണ്ടായിരുന്നു, മനസ്സുണ്ടായിരുന്നു അവന്. ആ മനസ്സിനാണ് ക്ഷാമം. നമുക്ക് ആ ക്ഷാമം പരിഹരിക്കാൻ ഈ ചിരി ക്ലബ്ബ് നിങ്ങൾക്ക് കരുത്ത് തരണം. കരുത്ത് തരട്ടെ. ആ അങ്ങനെ കരുത്തോടുകൂടി നിങ്ങളുടെ കുടുംബത്തെ, നിങ്ങൾ മാത്രം ചിരിച്ചാൽ പോരാ, നിങ്ങളുടെ കുടുംബം ചിരിക്കണം, നിങ്ങളുടെ അയൽവാസികൾ ചിരിക്കണം, നിങ്ങളുടെ സുഹൃത്തുക്കൾ ചിരിക്കണം. ചിരിക്കണം. അതിൻ്റെ പ്രതിഫലനം മരുന്നോ നല്ല മരുന്ന്. പാട്ട് കേട്ടിട്ടുണ്ടോ? വയലാർ എഴുതിയ പാട്ടാ. അരമരുന്ന്, പൊടിമരുന്ന്, വാറ്റുമരുന്ന്, നീറ്റുമരുന്ന്, മരുന്നോ നല്ല മരുന്ന്. വൈദ്യരേ വൈദ്യരേ വയ്യുമ്പം വയറ്റിനകത്തോൽ ഉരുണ്ട് കയറ്റം. അതിന്റെ മറുപടി, അടുത്ത വീട്ടിലെ ചെറുപ്പക്കാരന്റെ കടക്കണ്ണിയിലെ പൂവ്, അകത്തു നിന്നും മുളച്ചു വന്ന സ്വപ്നത്തിന്റെ വേര്, ഇതെല്ലാം കൂട്ടിയിട്ട് അരച്ചാൽ നിന്റെ ഉരുണ്ട് കയറ്റവും ലൊട്ടിലൊടുക്കും പറവറക്കും പെണ്ണെ എന്നൊരു പാട്ടുണ്ട്. ഈ പാട്ട് എഴുതിയ മനുഷ്യന്റെ മകൻ ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ, സുരേഷ് സാറിന്റെ കാറിൽ വരുമ്പോൾ എന്നെ വിളിച്ചു, നിങ്ങൾ ഇന്ന് ചിരി ക്ലബിന് പോകുന്നുണ്ടല്ലേ എന്ന് പറഞ്ഞു. വയലാർ ശരത്ചന്ദ്രവർമ്മ. ഞാൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്തായാലും വരുമായിരുന്നു എന്ന് പറഞ്ഞു. എനിക്ക് മെസ്സേജ് അയച്ചു. ഇദ്ദേഹത്തിൻ്റെ കൂടെ പഠിച്ച അവരുടെ ഗ്രൂപ്പിൽ ഈ പോസ്റ്റ് ഇട്ടപ്പോൾ അത് കണ്ടിട്ട് വിളിച്ചതാ. അതിൻ്റെ എന്തെല്ലാം അലകൾ എവിടെയൊക്കെയാ പോകുന്നു. അതുകൊണ്ട് അതിൻ്റെ അലകൾ ഇങ്ങനെ പോകണം. ചിരിക്കാൻ ബോധപൂർവം ചിരിക്കരുത്, സ്വാഭാവികമായി ചിരിക്കുക, സ്വയം ആലോചിച്ച് ചിരിക്കുക. എൻ്റെ അപ്പൂപ്പൻ നാടകത്തിലെ ഇതായിരുന്നു. ബഫൂൺ. പണ്ടത്തെ ഇശൈ നാടകങ്ങളിൽ തമാശ രംഗം പിരിമുറുക്കുള്ള സമയത്ത് കയറി വരും. കയറി വന്നിട്ട് എന്തെങ്കിലും കോമിക്ക് കാണിച്ചിട്ട് അങ്ങ് പോകും. അങ്ങനെ ഒരു കഥാപാത്രമായിരുന്നു. അദ്ദേഹം പറഞ്ഞൊരു കഥയും, നാടകത്തിന് നല്ല പുസ്തകം കിട്ടാതിരുന്ന് നടക്കുമ്പോൾ നല്ലൊരു പുസ്തകം കിട്ടി, മഹാഭാരതത്തെ ആസ്പദമാക്കിയിട്ടുള്ളൊരു നാടകം കിട്ടി. ആ നാടകം കളിക്കാൻ വേണ്ടി വായിച്ചു നോക്കുമ്പോൾ ഒരൊറ്റ പെണ്ണും അഭിനയിക്കാൻ തയ്യാറാവുന്നില്ല. കാരണം ചൂത് കളിച്ചിട്ട് പാഞ്ചാലിയെ പണയം വെക്കുന്നതും പാഞ്ചാലിയുടെ വസ്ത്രം അഴിക്കുന്ന രംഗമുള്ളത് കൊണ്ട്
സ്റ്റേജും വന്ന് ചേലയയിക്കുന്ന ഒരു പരിപാടിക്ക് ഒരു നടിയും തയ്യാറാവുന്നില്ല. അവസാനം നാടകമോഹം പൊലിയെന്ന് വന്നപ്പോൾ ചാന്തുപൊട്ട് സിനിമയിലെ ദിലീപിനെ പോലത്തെ ഒരുത്തൻ പറഞ്ഞു, ഞാൻ പെണ്ണിൻ്റെ വേഷം കെട്ടാ, പക്ഷെ ഞാനാണ് ഈ പെണ്ണ് എന്ന് പാഞ്ചാലിയെ കെട്ടുന്നെന്ന് ഒരാൾ അറിയരുത്. രഹസ്യമായ റിഹേഴ്സൽ നടത്തുമെങ്കിലും ഞാൻ അറിയാം. അങ്ങനെ കമ്മിറ്റിക്കാരിൽ ആലോചിച്ചു, അത് രഹസ്യമായി വെക്കാൻ തീരുമാനിച്ചു. അങ്ങനെ റിഹേഴ്സൽ നടന്നു. പക്ഷെ ഒരു പ്രശ്നം വന്നു. പാഞ്ചാലിയുടെ ചേല അയക്കുമ്പോൾ കൃഷ്ണാന്ന് വിളിച്ചിട്ട് കല്യാൺ സിൽക്സ് നിന്ന് വാങ്ങി അയച്ചു കൊടുത്തല്ലോ കൃഷ്ണൻ ചേല. ചേല അയച്ച് കൂട്ടിയിട്ട് തളർന്ന് വീഴുന്ന രംഗത്തിന് അന്ന് ചേല എങ്ങനെ നീളം കൂട്ടു? സംവിധായകൻ ചെറുവാഞ്ചേരിക്കാരെ ശശിമാഷ് ഒരു സൂത്രം കണ്ടെത്തി, ഒരേ കളറായ 8 സാരി സംഘടിപ്പിച്ചു. എന്നിട്ട് പാഞ്ചാലിയായി കെട്ടുന്നപ്പോൾ ചെക്കനോട് പറഞ്ഞു 8 എണ്ണം ചുറ്റുക, അയക്കുന്ന ദുശാസനോട് പറഞ്ഞു എണ്ണീറ്റ് 7 എണ്ണം കഴിച്ചാൽ തളർന്ന് വീഴണം. അങ്ങനെ റിഹേഴ്സലൊക്കെ ഗംഭീരായി. നാടകമായ ദിവസം ഭയങ്കര ജനം. അന്ന് ഈ താർപ്പായ ഷീറ്റൊന്നും ഇല്ലല്ലോ, പല വീട്ടിൽ നിന്ന് പുതപ്പെടുത്ത് കൊണ്ടുവന്നിട്ട് ആ കർട്ടനും മറ്റല്ലോ. അപ്പോൾ ഈ മേക്കപ്പ് റൂമിൻ്റെ ഒരു ഭാഗം മറച്ചിട്ടില്ല. ഇവൻ ഡ്രസ്സ് മാറുമ്പോൾ അതിലൂടെ ആൾ കാണും, ആണാണ് പെണ്ണിൻ്റെ വേഷം കെട്ടുന്നത്, അതുകൊണ്ട് ഞാൻ ഡ്രസ്സ് മാറൂല ഒറ്റ വാശിയിൽ. അവസാനം അവിടെ മറക്കാനൊരു തുണി നോക്കിയിട്ട് കമ്മിറ്റി പ്രസിഡന്റ് നോക്കുമ്പോൾ കുറേ സാരി കൂട്ടിയിട്ടാണ് കണ്ടു. ഇയാൾക്ക് ഇതറിയില്ല. അതിൻ്റെ അകത്തുനിന്ന് ഒരു സാരി അയച്ചിട്ട് ആടെ മറച്ചു. സാരി 8 നേഴായ വിവരം ഉടുക്കുന്ന പാഞ്ചാലി അറിയില്ല, അയക്കുന്ന ദുശാസനും അറിയില്ല. നാടകത്തിന്റെ രംഗം ആരംഭിച്ചു. സകലതും പണയം വെച്ച് ധർമ്മപുത്രർ ചൂത് കളിച്ചു, സ്വന്തം ഭാര്യയെയും പണയം വെച്ചു. അയാൾക്ക് പേര് ധർമ്മപുത്രൻ. ഇതുപോലത്തെ വൃത്തികെട്ടൊരു കഥാപാത്രം ലോകത്ത് വേറെയില്ല, ഈ ധർമ്മപുത്രൻ കേട്ടോ. സ്വന്തം ഭാര്യനെ പണയം വെച്ചിട്ട് ഇന്നത്തെ ഈ പുതിയ മുതലാളിത്ത ലോകത്തിലും സ്വന്തം ഭാര്യയെ പണയം വെച്ചിട്ട് ആരെങ്കിലും ചീട്ട് കളിക്കലുണ്ട? ഇയാൾ അതും ചെയ്യും. അവസാനം പാഞ്ചാലി ദുര്യോധനന്റെ അടിമയായി. ദുര്യോധനൻ എഴുന്നേറ്റു, ദുശാസന, പഞ്ചപാണ്ഡവന്മാരുടെ ധർമ്മപത്നി നമ്മുടെ അടിമ, കൊണ്ടുവരൂ അവളെ ഈ രാജസഭയിൽ. വലിച്ചു കൊണ്ടുവരുന്നു. കാണട്ടെ അവളുടെ മാനവും അപമാനവും ഈ സഭ, അഴിക്കൂ അവളുടെ വസ്ത്രം. ദുശാസനൻ വസ്ത്രം അഴിക്കുന്നു. കൃഷ്ണ എന്ന് പറഞ്ഞ് പാഞ്ചാലി പട്ടം ചുറ്റുന്നു. ദുശാസനൻ സാരി എണ്ണി അയക്കുന്നു. 1 2 3 4 5 6 7 സാരി അയച്ചു നോക്കുമ്പോൾ കാക്കി ട്രൗസർ ഇട്ടിട്ട് പാഞ്ചാലി ഓടുന്നു. ആണുങ്ങൾ പെണ്ണുങ്ങളെ വേഷം കെട്ടുമ്പോൾ അടിയിൽ പാവാടയൊന്നും ഉടുത്തിട്ടില്ലേനൊപ്പാ. 8ാമത്തെ ആട് ഉണ്ടാവുന്നുള്ള ധൈര്യത്തിലല്ലേ നിന്ന്. ഈ അനുഭവം എൻ്റെ അപ്പൂപ്പൻ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് പണ്ടത്തെ നാടകത്തിൽ. ഇങ്ങനെ നാടകത്തിന് എന്തെല്ലാം രസങ്ങളുണ്ട്, നാടക ഫലിതങ്ങൾ. ഇന്ന് എനിക്ക് 2 പുസ്തകം തന്നിട്ടുണ്ട് സുരേഷ് സാറ്. എന്താ അത്? ആരോഗ്യ ഫലിതങ്ങൾ, ആശുപത്രിയിലെ രോഗവുമായി ബന്ധപ്പെട്ട ഫലിതങ്ങളുടെ 2 പുസ്തകങ്ങൾ തന്നു. അതിൽ 2 കഥ ഞാൻ വായിച്ചു. അവിടെ ചെന്ന് നോക്കുമ്പോൾ ശ്രീനാരായണ ഗുരുവിൻ്റെ നർമ്മവിചാരം, ധർമ്മവിചാരമല്ല നർമ്മവിചാരം, കുറേ ഞാൻ കേട്ടിട്ടുണ്ട്, പപ്പടം പൊടിച്ചുമൊക്കെ. അതിൻ്റെ ഒരു പുസ്തകം തന്നെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കണ്ടു, നർമ്മവിചാരം. അതുകൊണ്ട് നർമ്മം എന്ന് പറയുന്നത് മനുഷ്യരുടെ ഇടയിൽ അനിവാര്യമായ ഒരു ഘടകമാണ്. ആ നർമ്മത്തെ പൊലിപ്പിക്കാനും പ്രചരിപ്പിക്കാനും നിങ്ങളുടെ ക്ലബ്ബ് ശക്തമായി മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു പരിപാടിക്ക് എന്നെ ക്ഷണിച്ചതിന് ഇതിൻ്റെ സംഘാടകരോട് ഞാൻ ആദ്യം തന്നെ നന്ദി പറയുന്നു.